ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി, യൂണിക്കോൺ 150 ആണ്. അത് എൻജിൻ വർക്കായിട്ട് നമ്മൾ അയച്ചതാണ്. അപ്പോൾ അതിനകത്ത് നിലവിൽ എൻജിൻ വർക്കും അതേപോലെ ചെയിൻ സ്പോക്കറ്റിൻ്റെ കംപ്ലയിൻറ്റുമാണ് നമുക്ക് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്കുകൾ. അപ്പോൾ നമ്മൾ ചെയിൻ സ്പോക്കറ്റിൻ്റെ വർക്ക് നമുക്ക് നെക്സ്റ്റ് എൻജിൻ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം അത് ചെയ്യാം. ചെയിൻ സ്പോക്കറ്റ് ഓൾറെഡി പോയേക്കാണ്. പിന്നെ അത് കൂടാണ്ട് എയർ ഫിൽറ്റർ, കാർബറേറ്ററൊക്കെ നമുക്ക് എൻജിൻ വർക്ക് ചെയ്യണ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്തു പോകേണ്ട വർക്കുകളാണ് കേട്ടോ. എയർ ഫിൽറ്ററൊക്കെ ഓൾറെഡി നമ്മളിപ്പോൾ പുതിയത് ഇടും എൻജിൻ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കയറുന്ന സമയത്ത്. നമുക്ക് അതിൻ്റെ എൻജിൻ അഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല രീതിയിൽ പുകയുണ്ടായിരുന്നു. അത് ഓയിൽ ലെവൽ കുറഞ്ഞ പോലെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിക്കുമ്പോൾ സാധാരണ ആ പുകയുടെ പ്രശ്നം പറഞ്ഞാൽ സിലിണ്ടർ പിസ്റ്റണിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ നമ്മളതിൻ്റെ സിലിണ്ടറിൻ്റെ പോർഷൻ, ആ പിസ്റ്റൺ വർക്ക് ചെയ്യുന്ന ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. നമ്മൾ ആ റെഡ് ലൈനിൽ മാർക്ക് ചെയ്ത ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ക്രാച്ചസ് ഉണ്ട്. അത് രണ്ട് സൈഡ് താഴെയും വരും മുകളിലും ഉണ്ട് കേട്ടോ. മുകളിൽ കുറച്ച് ഡീപ്പായിട്ട് കുറേ ഉണ്ട്, ഒരുപാടുണ്ട് നമുക്ക് സ്ക്രാച്ച് ആയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നിലവിൽ മാറ്റേണ്ടത് സിലിണ്ടർ പിസ്റ്റൺ സെറ്റപ്പ് അടിയാണ്. നമുക്ക് പിസ്റ്റണിനെ നോക്കുമ്പോൾ അറിയാം പിസ്റ്റണിൻ്റെ ടോപ്പ് സൈഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉരച്ചിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സിലിണ്ടറും പിസ്റ്റണും ഒരുമിച്ചാണ് നമുക്ക് മാറ്റേണ്ടി വരണം കേട്ടോ. അത് കിറ്റായിട്ടാണ് തന്നെ. അത് കൂടാതെ കൊണ്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ ഈ വാൽവിനും അതിൻ്റെ ഗൈഡിനും തേയ്മാനം വന്നിട്ടുണ്ട്. അതായത് ഇൻലെറ്റ് വാൽവിന് അത്ര തന്നെ ഇല്ല, പക്ഷേ എങ്കിൽ കൂടി എക്സോസ്റ്റ് വാൽവാണ് കൂടുതലായിട്ട് പ്രശ്നം കാണിക്കണം കേട്ടോ. ഇതിപ്പോൾ ഇൻലെറ്റ് വാൽവാണ്. ഇൻലെറ്റ് വാൽവിന് അത്രയും നമുക്കത് തോന്നില്ല. എക്സോസ്റ്റ് വാൽവ് നല്ല രീതിയിൽ ഗൈഡ് കംപ്ലയിൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ സീറ്റിംഗ് പ്രശ്നമുണ്ട്. വാൽവ് ഗൈഡ് എന്ന് പറയുന്ന യൂണിറ്റ് ഇതാണ്. ആ വാൽവ് വർക്ക് ചെയ്യുന്ന യൂണിറ്റിനാണ് വാൽവ് ഗൈഡ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് അത് ലെയ്ത്ത് വർക്ക് വന്ന കേസാണ്. അതേപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കേസും നോക്കുന്ന സമയത്ത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ കണക്ടർ റോഡിന് ഇവിടെ നോക്കുമ്പോൾ അറിയാം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ കാണുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ ക്രാങ്കിൻ്റെ കണക്ടർ റോഡും മാറ്റും. അതേപോലെ തന്നെ സൈഡിലെ ബെയറിങ്ങൾ, ഈ സൈഡിലെ ബോൾ ബെയറിങ്ങിന് നെക്സ്റ്റ് സൈഡ് അപ്പുറത്തെ സൈഡ് വന്നത് എൻജിൻ കേസും വന്ന നീഡിൽ ടൈപ്പ് ബെയറിങ്ങാണ്. അതും രണ്ട് സൈഡും മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ടൈമിങ് ചെയിൻ, അതിൻ്റെ ഉള്ളിൽ തന്നെ ക്യാം ചെയിൻ എന്ന് പറഞ്ഞാൽ ക്യാം ചെയിനും അതിൻ്റെ പാഡ് സെറ്റുകൾ മാറ്റും. അതേപോലെ ഗിയറിൻ്റെ ബെയറിങ്, ഗിയർ ബോക്സിനകത്ത് തന്നെ ബെയറിങ്ങുകൾ ചേഞ്ച് ചെയ്യും. അത് കൂടാതെ നോർമൽ സാധാരണ രീതിയിൽ എൻജിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ, അതായത് ഗിയർ ബോക്സിൻ്റെ എല്ലാ ബെയറിങ്ങുകളും നമ്മൾ ചേഞ്ച് ചെയ്യും. അതേപോലെ ക്രാങ്ക് ഷാഫ്റ്റ് ലെയ്ത്തിൽ കൊടുത്തിട്ട് നമുക്ക് വാറണ്ടിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ട്. കാരണം ഞാൻ യൂണിക്കോണിൻ്റെ ക്രാങ്ക് എന്ന് പറയുമ്പോൾ നല്ല ഹെവി ലോഡ് ക്രാങ്ക്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് അസംബ്ലി ചെയ്തെടുത്താലും അതിന് വേറെ യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. അത് ക്ലിയറായിട്ട് നിന്നോളും. നമുക്ക് കൂടുതൽ പ്രശ്നം എപ്പോഴും കൂടുതൽ കംപ്ലയിൻറ്റുകൾ ജനറേറ്റ് ചെയ്യുക സിലിണ്ടർ പിസ്റ്റണും ഹെഡുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ നമ്മൾ പുതിയത് ഉടനെ ഹെഡിനകത്തായാലും നമ്മൾ വാൽവ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഉടനെ ക്യാം ഷാഫ്റ്റിൻ്റെ ആയാലും ഈ സൈഡിലത്തെ രണ്ട് ബെയറിങ്ങും മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യും. റോക്കറാം സെറ്റൊന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നിലവിൽ അത്രയും വർക്കാണ് കോമൺ ആയിട്ട് നമുക്ക് വരാം. അതിന് കൂടാതെ കൊണ്ട് നമുക്ക് ഈ വണ്ടിക്ക് വന്നേക്കണം വേറൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ തേർഡ് ഗിയറിൻ്റെ വീലിന് തേയ്മാനം കാണുന്നുണ്ട്. നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് ഒരു പ്രോബ്ലമായിട്ട് തോന്നില്ല. പക്ഷേ അതിനകത്ത് തേർഡ് ഗിയറിൻ്റെ വീലിന് തേയ്മാനമുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പല്ലിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. രണ്ട് മൂന്ന് പല്ലുകളിനകത്ത് സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അഴിക്കണ കൂട്ടത്തിൽ കൂടെ നമുക്ക് അതും കൂടി മാറ്റിയിട്ടില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പിന്നീട് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരു മൂളിച്ച് സൗണ്ട് വരാമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കത് ബുദ്ധിമുട്ടാവും. കാരണം വെച്ചാൽ രണ്ട് വീല് അത് ഇതെന്ന് പറഞ്ഞാൽ ക്യാം ഷാഫ്റ്റ് ഈ കണക്റ്റും ഈ കൗണ്ടർ ഷാഫ്റ്റുമേത്തും മെയിൻ ഷാഫ്റ്റുമേത്തും വീലുകൾ നമ്മൾ മാറണം. അതായത് തേർഡ് ഗിയർ മാറുമ്പോൾ ഒരു ഷാഫ്റ്റിൻ്റെ തേയ്മാനം ഉള്ളത് മാത്രം നമുക്ക് മാറ്റാൻ പറ്റില്ല. അതായത് ഇപ്പോൾ മെയിൻ ഷാഫ്റ്റിൻ്റെ മാറ്റണമെങ്കിൽ മെയിൻ ഷാഫ്റ്റുമേത്തും മാറണം. തേർഡ് ഗിയർ തന്നെ ആ വീലിനോട് കണക്ട് ചെയ്ത് വരുന്ന കൗണ്ടർ ഷാഫ്റ്റുമേത്തും വീല് മാറ്റിയാലാണ് അതൊരു ആ സെറ്റായിട്ടാണ് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അതാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് വന്നേക്കണം വർക്ക്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്ലച്ച് ഡിസ്കിൻ്റെ കേസ് നോക്കുമ്പോൾ ക്ലച്ച് ഡിസ്ക് പുതിയ ഡിസ്ക് കിടക്കണം. അപ്പോൾ ക്ലച്ച് ഡിസ്ക് നമുക്ക് തൽക്കാലം ഇത് തന്നെ ഇടാം. നമുക്ക് ക്ലച്ച് ഡിസ്ക് നല്ല ഡിസ്ക് ആയതുകൊണ്ട് തന്നെ ക്ലച്ച് ഡിസ്കും പ്ലേറ്റും പുതിയതാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് അത് തന്നെ നടത്താം. ബാക്കിയത്തെ ഈ പറഞ്ഞേക്കുന്ന വർക്കുകൾ ആ രീതിയിൽ ചെയ്യുക. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് സെറ്റ് ചെയ്തെടുക്കുക, ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ് രണ്ടെണ്ണം മാറ്റിയിടുക, വാൽവും അതിൻ്റെ ഗൈഡും മാറ്റിയിട്ട് വാൽവ് ചേഞ്ച് ചെയ്യുക, അതേപോലെ അതിൻ്റെ ഗൈഡും മാറ്റിയിടുക. പിന്നെ ഈ ക്ലച്ച് ഔട്ടർ യൂണിറ്റിൻ്റെ പ്ലേയും കൂടി നോക്കുക. അത് കൂടുതൽ പ്ലേ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ നമുക്ക് അതും കൂടി ഒന്ന് സെറ്റ് ചെയ്യട്ടെ. കാരണം കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ റബ്ബർ ബുഷ് തന്നെ, അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ബാക്കിയത്തെ നമുക്ക് വന്നത് എന്ന് പറഞ്ഞാൽ സിലിണ്ടർ കിറ്റായിട്ട് നമുക്ക് മാറ്റാം. അതേപോലെ തന്നെ ടൈമിങ് ചെയ്യുന്ന അതിൻ്റെ പാഡ്, അതിൻ്റെ ടെൻഷനർ, തേർഡ് ഗിയറിൻ്റെ വീല്, പിന്നെ അതേപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകൾ അതൊക്കെ ഓൾറെഡി ചേഞ്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് പക്ക പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ക്ലച്ച് ഡിസ്ക് ഓൾറെഡി നല്ല ഡിസ്ക് ആയതുകൊണ്ട് നമുക്ക് തൽക്കാലം അത് തന്നെ നിലനിർത്താം. പിന്നെ അത് പിന്നീട് ഇപ്പോൾ ഒരു കംപ്ലയിൻറ്റ് വന്നാൽ പോലും നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗം മാത്രം അഴിച്ചാൽ നമുക്കത്
പുതിയത് റീസെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് റിസ്ക് ഇല്ല. ആ ഡിസ്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ റിസ്ക് ഇല്ല നിലവിൽ നമുക്ക്. അപ്പോൾ അതന്നെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. തന്നെയല്ല പുതിയ ഡിസ്കുമാണ്. അപ്പോൾ നമുക്ക് എൻജിൻ വർക്ക് ആദ്യം കംപ്ലീറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ചെയിൻ സ്പോക്കറിൻ്റെ കേസ് നോക്കാം. അപ്പോൾ എൻജിൻ വർക്കിൻ്റെ ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിൽ അയച്ചു തരാം. നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കുന്ന എമൗണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നിലവിൽ വരാമെന്ന് പറഞ്ഞാൽ ലേബർ കോസ്റ്റ് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻജിൻ വർക്ക് ഫുൾ വർക്കിന് വന്നത് 3000 രൂപയാണ് നമുക്ക് വരാം. ബാക്കിയത്തെ നമുക്ക് പാർട്സുകളും അതിനോടനുബന്ധിച്ച് വന്ന സർവീസുകളുമാണ്. അതായത് ലെയ്ത്ത് വർക്ക് വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ പാർട്സുകളുടെ വരും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ, കാർബേറ്ററിൻ്റെ ഭാഗം കാർബേറ്റർ ക്ലീനറൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. എയർ ഫിൽട്ടർ യൂണിറ്റ് വേണ്ടി വരും. സൈലൻസിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കരിയുണ്ടാവും, അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അതൊക്കെയാണ് പിന്നെ അഡീഷണൽ വന്ന വർക്കുകൾ കേട്ടോ. പിന്നെ എൻജിൻ കേസൊക്കെ ശരിക്കും നല്ല നീറ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. കാരണം ഇതിനകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ഇങ്ങനെ കിടന്നിട്ട് അതിനകത്ത് വന്നാണ് അഴുക്കാണ് അതൊക്കെ പക്കയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിലായിട്ട് അത് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിലായിട്ടുള്ള ഇത് അപ്പം ഞാൻ പറഞ്ഞുതരാം. കാരണം ഏതൊക്കെ സാധനങ്ങളാണ് മാറ്റുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അയച്ചു തരാം കേട്ടോ. അത് ബാക്കിയിട്ട് ഞാനിപ്പോൾ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. ഓക്കെ.